ബാംഗ്ലൂരിൽ ലൈംഗിക അതിക്രമം ചെറുക്കുന്നതിനിടെ ആക്രമണത്തിനിരയായ തൃശൂർ സ്വദേശി മരിച്ചു. വാടാനപ്പള്ളി സ്വദേശിയായ സുനിതയാണ് മരിച്ചത്. നായ്ക്കളെ പരിചരിക്കാൻ ബംഗളൂരുവിലേക്ക് ജോലിക്ക് പോയ 47കാരിക്ക് നേരെ ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് ആക്രമണമുണ്ടായത്. മലയാളിയായ ദീപക് കൃഷ്ണനാണ് സുനിതയെ ആക്രമിച്ചത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്? മാത്രമല്ല, പ്രതിയെ പിടികൂടാനായിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? ഈ കഴിഞ്ഞ 3-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വാടാനപ്പള്ളി സ്വദേശിയായ 47 വയസ്സുകാരി സുനിതയാണ് ഇത്തരത്തിൽ ബാംഗ്ലൂരിലേക്ക്, അവിടെ ഈ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഷെൽട്ടർ ഹോമിലേക്ക് ജോലി ചെയ്യാനായിട്ട് പോയത്. ആ സമയത്ത് ഈ സുനിതയോടൊപ്പം മറ്റ് 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3-ാം തീയതി ഈ ഷെൽട്ടർ ഹോമിന്റെ, തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന ആ ഷെൽട്ടർ ഹോമിന്റെ ഉടമ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള മലയാളി കൂടിയായിട്ടുള്ള ദീപക് വലിയ രീതിയിൽ ലൈംഗികമായി ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. ഇത് ചെറുക്കുന്നതിനിടെ ഈ ദീപക് ഈ സുനിതയെ മാരകമായിട്ട് ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കും അതോടൊപ്പം തന്നെ കഴുത്തിനുമാണ് ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ സുനിതയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് സംഭവിച്ചിരുന്നു. ഈ സുനിതയുടെ തലച്ചോറിനടക്കം ക്ഷതം ഏറ്റിരുന്നു. തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് 2 ദിവസങ്ങളായിട്ട് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സുനിത ചികിത്സയിലായിരുന്നു. ഡോക്ടർമാർ അപ്പോൾ തന്നെ പറഞ്ഞതാണ് ജീവൻ രക്ഷിക്കാൻ വളരെ പ്രയാസമാണെന്ന് ഡോക്ടർമാർ ബന്ധുക്കളോടക്കം പറഞ്ഞിരുന്നു. എന്തായാലും അല്പം സമയം മുൻപാണ് ഇത്തരത്തിൽ സുനിതയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും കർണാടക പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദീപകിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിനിടയിൽ ഈ കർണാടക പോലീസ് ഇന്ന് തൃശ്ശൂരിലെത്തി ഈ സുനിതയുടെ ബന്ധുക്കളെ കണ്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണം ഊർജിതമാക്കുകയാണെന്നും ഈ പോലീസ് സംഘം, ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുള്ള പോലീസ് സംഘം സുനിതയുടെ ബന്ധുക്കളോട് അറിയിച്ചിട്ടുമുണ്ട്. ശരി സാരംഗ്. മലയാളിയായ ദീപക് കൃഷ്ണനാണ് ഇത്തരത്തിൽ സുനിതയെ ആക്രമിച്ചത്. ദീപകിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. സാരംഗാണ് വിവരങ്ങളുമായി ചേർന്നത്.